ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാരത്തിന്റെ വക്രഗതിയിൽ ഉണ്ടാവുന്ന ഫലം എന്തൊക്കെയാണ്, മീനം മുതൽ മീനം വരെയുള്ള. അപ്പൊ ആദ്യം തന്നെ ചോദ്യം, ഇത് ഏത് ഫലമാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ലഗ്നഫലമാണോ രാശി ഫലമാണോ ചിന്തിക്കുക അല്ലെ? അപ്പം വീഡിയോ കാണുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ രണ്ട് ഫലവും ശ്രദ്ധിക്കുക. ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയും, രാശിഫലം അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി വെച്ചുള്ള ഫലം ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ റിലേറ്റ് ചെയ്തുമാണ്. സോ നിങ്ങൾക്ക് പിടിഷൻ കുറച്ചുകൂടി അക്യുറേറ്റ് ആവാൻ വേണ്ടി ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാശിഫലവും ലഗ്നഫലവും ശ്രദ്ധിക്കുക. അതായത് ഒരാൾ ജനിച്ച മേടലഗ്നത്തിലാണ്, ആ വ്യക്തിയുടെ ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലാണെങ്കിൽ നിങ്ങൾ മേടരാശിയുടെയും ഇടവരാശിയുടെയും ഫലം എന്ത് ചെയ്യുക, എടുത്തു കാണാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് സമ്മിശ്രമാക്കിയിട്ട് നിങ്ങളെ ലൈഫായിട്ട് അക്യുറേറ്റ് ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല, ഈ വ്യാരം വക്രത്തിൽ വരുന്നത് ഇടവൻ രാശിയിലാണ്. ഇടവൻ രാശിയാകുമ്പോൾ വ്യാരം എന്ന് പറയുന്നത് ശുഭഗ്രഹമാണല്ലോ, ശുക്രൻ എന്ന് പറയുന്നതും ശുഭഗ്രഹമാണ്. അപ്പൊ വ്യാരം എന്ന ശുഭഗ്രഹം ശുക്രൻ എന്ന ശുഭഗ്രഹത്തിന്റെ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്തേക്കണേ, വക്രമാകുന്നത്. സോ ഇതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 9/10/2024 മുതൽ 4/2/2025 വരെയാണ്. അതായത് ഒക്ടോബർ മാസം 9 മുതൽ 2024 മുതൽ 4 ഫെബ്രുവരി മാസം 2025 വരെയാണ് ഇതിന്റെ ഒരു വക്രഗതി എന്ന് പറയുക. ഓക്കെ, വ്യാരം വക്രത്തിൽ വരിക. അതായത് 116 ദിവസം 118 ദിവസം എന്നൊക്കെ പറയാം. ഏകദേശം 4 മാസം, 3 മാസം 26 ദിവസമൊക്കെ, ഏകദേശം 4 മാസം നിങ്ങൾക്ക് കണക്കെടുക്കാം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു 4 മാസം നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് എന്നാണ് നോക്കുന്നത്. അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫലം മാത്രം കാണാതെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ദേവനന്ദു എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തുക. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും വിജ്ഞാനപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാറുള്ളത്. അപ്പം വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം കാലം കൊണ്ട് 2 നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയാം അല്ലെ. അപ്പൊ ധനുരാശിയെ സംബന്ധിച്ചോളം ഈ വ്യാരത്തിന്റെ വക്രഗതി എന്തൊക്കെ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുക. 6ലാണ് വ്യാരം, ശനി നല്ല പൊസിഷനിലാണ് നിൽക്കുക അല്ലെ. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് കുറെ ആളുകൾ ധനുരാശി ഉള്ളവര് കടങ്ങൾ വാങ്ങിയിട്ടുണ്ടാവാം. ഓക്കെ, കൂടുതലായിട്ട് കടങ്ങൾ വാങ്ങുക, അത് കൂട്ടുകാരുടെ അടുക്കൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ അല്ലെ മറ്റോ എന്തിനൊക്കെ മാർഗത്തിലൂടെ നമുക്ക് കടം വാങ്ങുക, പണയം വെക്കുക, സ്വർണ്ണമൊക്കെ ഉണ്ട് അത് വിൽക്കുക, ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ കടന്നു പോകുന്നവരാണ്. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ പറയണില്ല, ഈ ഒരു വ്യാരത്തിന്റെ വക്രഗതി എന്ന് പറയുക. ഓക്കെ, ഇപ്പൊ എന്താണ് ചെയ്യുന്നത് അതുപോലെ അങ്ങ് പൊക്കോട്ടെ. ഇപ്പൊ ഒരു തൊഴിലുണ്ടോ, ആ തൊഴിൽ തന്നെ കണ്ടു മാറാൻ നിൽക്കണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി അധികമായിട്ട് കടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക, കടങ്ങളൊക്കെ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. കിട്ടുന്ന പൈസ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ആ കടങ്ങൾ, നമ്മുടെ ആ ഡെപ്ത് എന്നൊരു കാറ്റഗറി അല്ല ലയബിലിറ്റി എന്നൊരു പോർഷൻ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എടുക്കുക നിങ്ങൾ. ഇനി അത് കൂട്ടാൻ നോക്കല്ലേ, കുറയ്ക്കാൻ. അപ്പൊ പറയും, ഇത് വല്ല ഇഷ്ടം ഉണ്ടായിട്ടാണോ പോയി ലോൺ എടുക്കണത്, അല്ലെ കടം എടുക്കുന്നത്, അല്ലെ പണയം വെക്കുന്നത്? സാഹചര്യങ്ങൾ നിമിത്തമല്ലേ. ആ സാഹചര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു, അതിനെന്താണ്, അത് ചെയ്യാതെ എന്താണ് പരിഹാരം എന്ന് ചിന്തിച്ച് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ആ കടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും ഈ വക്രഗതിയിൽ വ്യാരത്തിന് കേട്ടോ. അപ്പം നമുക്ക് ഈ ചെലവുകളൊക്കെ ഉണ്ടാക്കും, ചെലവ് അധികമാവും. അതുപോലെ അത് നിമിത്തൊക്കെയാണ് ചിലപ്പോൾ ഈ കടങ്ങൾ വന്നത്. ചിലപ്പം നമുക്ക് വേണ്ടി ആയിരിക്കില്ല കടങ്ങൾ എടുത്തേക്കണേ, മറ്റാളുകൾക്ക് വേണ്ടിയായിരിക്കും, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരാളെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊന്നും ഈ ഒരു ടൈം ഇപ്പം അത്രയും ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി അതോ കേൾക്കുവാണെങ്കിലും ഒരു എക്സ്പേർട്ടിന്റെ മാത്രമായിരിക്കണം. ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ പറഞ്ഞ് നിങ്ങൾ എടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് സ്വയമേ ചിന്തിച്ച് സാവധാനം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ വലിയ പ്രശ്നങ്ങളില്ല, നിങ്ങൾക്ക് മുന്നോട്ടാവും. പിന്നെ ഈ 6 വ്യാരം വക്രത്തിൽ വരുമ്പോൾ നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക്, വളരെ കാലമായിട്ട് രോഗദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന സമയമാണ്. കൃത്യമായി മെഡിസിനൊക്കെ കൃത്യമായി അതിന് അനുകൂലമായ സാഹചര്യത്തിൽ നമുക്ക് എത്തി കഴിഞ്ഞാൽ നമുക്ക് ആ രോഗങ്ങളൊക്കെ കുറച്ചെടുക്കാൻ പറ്റുന്ന ടൈമാണ്. നമ്മളെ മെഡിസിൻ വർക്കാവുന്ന ഒരു ടൈമായിരിക്കും. ഓക്കെ, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല.
അതുപോലെ തന്നെ ജോലിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കേതു അല്ലെ, കേതുവിനേക്ക് നമ്മുടെ വ്യാഴത്തിന്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ, ചലഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നമ്മുടെ ആ ജോബ് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേഖല ജോലി നമുക്കൊരു അൺകംഫോർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിയാളെന്ന ചിന്തയൊക്കെ നമുക്ക് ഉണ്ടാവാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം നിങ്ങളിപ്പം ആ ജോലി മാറാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഇപ്പം റിസ്ക് എടുക്കാൻ അത്ര നല്ല സമയമൊന്നുമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇനി കടകൾ വാങ്ങി കൂട്ടല്ല, ശ്രദ്ധിക്കണം, ജാഗ്രത വേണം എന്ന് പറയുന്നത്. സോ റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് അത്ര നല്ല സമയമല്ല. ഇപ്പൊ എന്താണോ ഇത് അതേപോലെ മുന്നോട്ട് പോയിക്കോട്ടെ. ആ ജോലിയൊക്കെ അതുപോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകും. ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അതായിരിക്കും ഉത്തമം. ഓക്കെ, നിങ്ങളിപ്പോൾ ഓവർ റിസ്ക് എടുത്ത് ആ ജോലി വിട്ട് എനിക്ക് വേറെ ജോലി കിട്ടും, എനിക്ക് വേറെ ഓഫർ വന്ന് കിടപ്പുണ്ടെങ്കിൽ അങ്ങോട്ട് കയറാം എന്നൊക്കെ ചിന്തിച്ചിരിക്കണ്ടേ. നിങ്ങൾ നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഓക്കെ നിങ്ങളുടെ സ്വയത്തിൽ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്ക് അതാണ് ഉചിതം തോന്നി, ഓക്കെ നിങ്ങൾ എടുത്തു. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം നിങ്ങളിപ്പോൾ അത് എന്താണ് ജോബ് മാറണോ നിൽക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. നമ്മുടെ രാശിഫലം അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ ഒരു ഗ്രഹസ്ഥിതി പ്രകാരമൊക്കെ നിങ്ങൾക്ക് അത് അത്ര അനുകൂലമായിട്ട് ഫലത്തെ പ്രദാനം ചെയ്യില്ല. അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് അമിതമായ ദേഷ്യം, കോപമൊക്കെ വർദ്ധിക്കാനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുടുംബത്തിലായാലും നമ്മുടെ ഒരു ഫ്രണ്ട്സിനിടയിലാക്കിയാലും നമുക്കുണ്ടായിരുന്ന വാക്കുകൾ, നമ്മൾ വാക്കുകളപ്പുറം ശ്രദ്ധിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഇങ്ങനെ പ്രശ്നം വരാൻ സാധ്യത. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ മൗനം പാലിക്കുക. ഓക്കെ, മൗനം ശീലിക്കുക. ഓക്കെ, അപ്പം ആ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോവാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സമാധാനത്തിൽ. അതുപോലെ ദേഷ്യത്തിലേക്കും നിങ്ങൾ ഒരു കാര്യത്തിലേക്കും ചിന്തിക്കല്ല, നിങ്ങൾ ഒന്നും പറയാൻ നിൽക്കല്ല. ഇമോഷണൽ കൺട്രോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണം. സോ അത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര അനുകൂലമായ സമയമല്ല. ഞാൻ പറഞ്ഞു, റിസ്ക് എടുക്കുക അത്ര നല്ല സമയമല്ല. പിന്നെ നിങ്ങൾക്ക് നല്ല എക്സ്പെർട്ടൈസ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫീൽഡുമായിട്ട് എക്സ്പെർട്ടൈസ് ഉള്ളവരോട് ചോദിച്ച് എന്ത് ചെയ്യുക, ഒപ്പീനിയൻ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, എന്നാലും നിങ്ങളിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സ്മോൾ ആയിട്ട് ചെയ്യുക. ഒത്തിരി ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റിലേക്ക്, അത് കടങ്ങൾ വാങ്ങിയൊന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ ഇത്ര എന്താണ് രാശിഫലങ്ങളൊക്കെ കേട്ടല്ലേ. അപ്പം രാശിഫലം കേൾക്കുമ്പോൾ ഇനി മുമ്പോട്ട് ഞാൻ എന്തിനു കാണണം, മുമ്പോട്ട് കാണാതെ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എങ്ങനെയാണ് ഇതെടുക്കുക. നമ്മുടെ ജാതകത്തിൽ തന്നെ വ്യാഴം വക്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്താൽ നമുക്ക് നല്ലൊരു ഗുഡ് എനർജിയിലൊക്കെ പെട്ടെന്ന് എത്തും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോ ദശ അപകാരമൊക്കെ നടക്കുന്ന വ്യാഴത്തിന്റെ ദശ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അപകാര കാലങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക. അപ്പം നമ്മുടെ വ്യക്തിപരമായ ജാതകത്തിൽ എന്തുണ്ടാവും, ഈ ഓരോ ഫലങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. തുടർന്ന് പറഞ്ഞ വീഡിയോ തുറക്കുന്നോട്ട് കാണുന്നവർക്ക് അറിയാം. ഓക്കെ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനം, നമ്മുടെ ബർത്ത് ചാർട്ടാണ് ഏറ്റവും വലിയ പ്രധാനം. ഓക്കെ, നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെ ജാതകം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുക. ഫോളോ ചെയ്യുന്ന ആ ജാതകത്തിൽ നമ്മളൊന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ജാതകം വെച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് അതുപോലെ നമ്മുടെ ജാതകത്തില് ലായ നക്ഷത്രത്തെ സൂചിപ്പിക്കുകയും രാശി, അതായത് നമ്മുടെ നക്ഷത്രം ചായ എന്ന എഴുതി ഉണ്ടാവും ചന്ദ്രന്. അപ്പൊ ലായും ചായും ഒരേ ഗ്രഹത്തിലാണെങ്കിൽ നമുക്ക് ഒരേ വീഡിയോ കാണുന്നത് കണ്ടാൽ മതി. അതല്ല രണ്ട് രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ രണ്ട് രാശിയുടെ ഫലം എന്ത് ചെയ്യുക, എടുത്തു കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് പറയുമെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിലായിട്ട് ഇറങ്ങുന്നത്, പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ജാതകം ഒന്ന് പരിശോധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ജാതകത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രദ്ധിക്കുകയും, അത് മാത്രമല്ല നമ്മളിപ്പം മാസഫലം കേൾക്കുകയാണെങ്കിൽ പോലും നമ്മൾ വ്യക്തിപരമായിട്ടൊരു മാസഫലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം നോക്കിക്കണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും താരം ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടുകളും നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പേരും നക്ഷത്രം താരം കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ.